السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. അപ്പോൾ പേജ് നമ്പർ 550 സൂറത്ത് അൽ മുംതഹിന. പേജ് നമ്പർ 550 സൂറ അൽ മുംതഹിന, ആയത്ത് നമ്പർ 10. 10ാമത്തെ ആയത്തിന്റെ 2 വരിയോളം പറഞ്ഞു വെച്ച് ബാക്കി അടുത്ത ക്ലാസ്സിലാക്കാം എന്ന് സമയപരിമിതി കൊണ്ട് പറഞ്ഞു പോയതാണ്. കിട്ടിയ എല്ലാവർക്കും? അപ്പൊ ആ ഒരു പേജ് ഇങ്ങോട്ട് ഓതാം അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم فيهم أسوة حسنة لمن كان يرجو الله واليوم الآخر ومن يتول فإن الله هو الغني الحميد. عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة والله قدير والله غفور رحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم أن تولوهم ومن يتولهم فأولئك هم الظالمون. يا أيها الذين آمنوا إذا جاءكم المؤمنات مهاجرات فامتحنوهن الله أعلم بإيمانهن فإن علمتموهن مؤمنات فلا ترجعوهن إلى الكفار لا هن حل لهم ولا هم يحلون لهن فآتوهم ما أنفقوا ولا جناح عليكم أن تنكحوهن إذا آتيتموهن أجورهن ولا تمسكوا بعصم الكفافر واسألوا ما أنفقتم وليسألوا ما أنفقوا ذلكم حكم الله يحكم بينكم والله عليم حكيم. وإن فاتكم شيء من أزواجكم إلى الكفار فعاقبتم فآتوا الذين ذهبت أزواجهم مثل ما أنفقوا واتقوا الله الذي أنتم به مؤمنون. يا أيها النبي إذا جاءك المؤمنات يبايعنك على أن لا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن أولادهن
ولا يقتلن أولادهن ولا يأتين ببهتان يفترينه بين أيديهن وأرجلهن ولا يعصينك في معروف فبايعهن واستغفر لهن الله إن الله غفور رحيم يا أيها الذين آمنوا لا تتولوا قوما غضب الله عليهم قد يئسوا من الآخرة كما يئس الكفار من أصحاب القبور. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. ഈ ഒറ്റ ആയത്ത്, 10-ാമത്തെ ആയത്ത്, മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ, മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് സഹോദരിമാർ മദീനയിലേക്ക് വരികയാണെങ്കിൽ ഫംതഹിനൂഹുന്ന, നിങ്ങൾ അവരെ ഒന്ന് പരിശോധിക്കണം, പരീക്ഷിക്കണം. എന്തർത്ഥത്തിലാണ്, എന്തുദ്ദേശത്തിലാണ് അവർ മദീനയിലേക്ക് വന്നിട്ടുള്ളത്? അത് ശരിയായ ഹിജറയാണോ അല്ലയോ എന്നൊക്കെ. അങ്ങനെ പറയാനുള്ള കാരണം, ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ആദ്യത്തെ ഹദീസായി രേഖപ്പെടുത്തി വെച്ചത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം അവയുടെ നിയ്യത്തുകൾക്കനുസരിച്ചാണ്, ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചാണ് വിശകലനം ചെയ്യപ്പെടുക. അല്ലാഹു എങ്കിൽ വൈന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ, അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ കർമ്മത്തിന്റെ ഫലങ്ങളല്ല കിട്ടുക, മറിച്ച് ആ കർമ്മം ചെയ്യുമ്പോൾ അവർക്കുണ്ടായിരുന്ന നിയ്യത്തിന്റെ ഫലമാണ് കിട്ടുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാഗമാണ് നമുക്ക് ഈ ആയത്തിനോട് ചേർത്ത് വെക്കാനുള്ളത്. ഫമൻ കാനത ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ഒരുപാട് ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഹിജറ സമയത്ത്. ആ വരുന്ന കൂട്ടത്തിലുള്ള ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും മോഹിച്ച് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തിയും പൊരുത്തവും പ്രതീക്ഷിച്ചാണ് വരുന്നത് എങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവരുടെ ഹിജറ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ഹിജറയായി തന്നെയാണ് പരിഗണിക്കുക. എന്നാൽ അക്കൂട്ടത്തിൽ മറ്റു ചിലരുണ്ട്, വമൻകാനത്ത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹ, മദീനയിൽ നല്ല ഫലഭൂയിഷ്ടമായ വെള്ളക്കെട്ടുള്ള കൃഷിക്കനുയോജ്യമായ മണ്ണ് കിട്ടും, ഭൂമി, അവിടെ പോയി താമസിച്ച് ആ മണ്ണിൽ കൃഷി ചെയ്ത് സമ്പത്തുണ്ടാക്കാം എന്നത് വിചാരത്തോടുകൂടി ഇക്കൂട്ടത്തിൽ വന്ന ചിലരുണ്ട്. കേൾക്കണ്ടല്ലേ? മക്കയിലേക്കാൾ സുന്ദരികളായ സ്ത്രീകൾ മദീനയിലുണ്ട്. അവിടെ പോയി അക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്ത് അവിടുത്തെ പുതിയാപ്പിളയായിട്ട് അവിടെ അങ്ങനെ കൂടാം, ഈ മുഹാജികളുടെ ഒപ്പാട് പോയാൽ എല്ലാം നടക്കും എന്ന് വിചാരിച്ച് പോകുന്ന ചിലരും അക്കൂട്ടത്തിലുണ്ട്. ആ വിചാരമൊക്കെയാണ് ഉള്ളത് എങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറയിലെ, അവർക്ക് അള്ളാഹുവിലേക്കും റസൂലിലേക്കും നടത്തിയ ഹിജറയുടെ കൂലിയല്ല കിട്ടുക. എന്ത് നിയ്യത്താണോ അവർക്കുണ്ടായിരുന്നത് അതിൻ്റെ കൂലിയാണ് അവർക്ക് കിട്ടുക. ഇത് പറയാനുണ്ടായ സന്ദർഭം, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി വയുദ്രികുഹുൽ മൗതു ഫഖദ് വഖഅ അലൈഹി അജ്റുഹു.
അള്ളാഹുവിലേക്ക് മക്കയിൽ നിന്ന് ഒരാൾ ഹിജറ ചെയ്തു വന്നാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരാൾ ഹിജറ ചെയ്തു വന്നാൽ, അത് മദീനയിൽ എത്തിയിട്ടില്ലെങ്കിലും പകുതി വഴിയിൽ അയാൾ മരണപ്പെട്ടു പോയാലും അയാൾക്ക് മുഹാജിറിന് ലഭിക്കുന്ന സ്വർഗം ഒരു കുറവും കിട്ടാതെ തന്നെ, കുറവുമില്ലാതെ തന്നെ അള്ളാഹു നൽകും. അത്ര മഹത്തായ സംഭവമാണെന്ത് ഹിജ്റ. ഈ ആയത്തിറങ്ങിയ സമയത്ത് മദീനയിൽ വന്ന മുഹാജിറുകൾക്കിടയിലുള്ള ചില മക്കാരെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. അവരിൽ ചിലർ മുസ്ലിങ്ങളല്ല, ഇസ്ലാം കൊണ്ട് വന്നതല്ല. അവര് മാതാപിതാക്കളെ വിട്ടു പിരിയാൻ വയ്യാത്തത് കൊണ്ട് പോന്നവരുണ്ട്, മക്കളില്ലാതെ ജീവിക്കാൻ വയ്യാത്തത് കൊണ്ട് പോന്നവരുണ്ട്, ഭാര്യയുടെ കൂടെ പോന്ന ഭർത്താവുണ്ട്, ഭർത്താവിന് പിരിയാൻ വയ്യാതെ പോന്ന ഭാര്യമാരുണ്ട്. ഇവരാരും ഒന്നല്ല, മുസ്ലിങ്ങളല്ല. ആയത്താണെങ്കിൽ ഹിജറ വന്നവർക്ക് സ്വർഗമുണ്ട് എന്നും പകുതി വഴിയിൽ വെച്ച് അവർ മരണപ്പെടുകയാണെങ്കിലും അതിന്റെ കൂലിയിലൊട്ടും കുറവും വരികയില്ല എന്നുമാണല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഇന്നിന്ന ആളുകൾക്കൊക്കെ സ്വർഗമുണ്ട് എന്നാണ് ആ ആയത്തിന്റെ അർത്ഥമെങ്കിൽ നബി, അവരൊന്നും വന്ന തൗഹീദ് കൊണ്ടല്ല, അതുകൊണ്ട് അവർക്കൊക്കെ സ്വർഗം കിട്ടുമെന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് എന്ന ചോദ്യത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചത്. ഉമറെ, മനുഷ്യർക്ക് അള്ളാഹു അവരുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം കണക്കാക്കപ്പെടുക അവരുടെ നിയ്യത്തുകളെ വിലയിരുത്തിയാൽ. ഓരോരുത്തർക്കും അവനവന്റെ നിയ്യത്താണ് ഉണ്ടാവുക. അള്ളാനെയും റസൂലിനെയും മോഹിച്ചു വന്നവർക്ക് അതിന്റെ കൂലി കിട്ടും. ഭൂമി വാങ്ങി കൃഷി ചെയ്യാൻ ഈ കൂട്ടത്തിൽ പോകുന്നവർക്ക് അത് കിട്ടും. കല്യാണം കഴിച്ചവിടെ കൂടാൻ പിന്നവർക്ക് അത് കിട്ടും. അവർക്ക് ഹിജ്റയുടെ കൂലി കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതാണ് സംഭവം. അതുകൊണ്ടാണ് ഫംതഹിനൂഹുന്ന എന്ന് ഒന്ന് പരിശോധിച്ച് ഉറപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം. സംഭവങ്ങൾക്ക് പിടികിട്ടിയല്ലോ അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന. ഒന്ന് പരീക്ഷിക്കണം അവരെ. ഈ കൂട്ടത്തിൽ അധികവും വന്നത് സ്ത്രീകളായിരുന്നു എന്നതുകൊണ്ടാണ് അവരെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞത്. പാപ്പനെ വിട്ട്, ആങ്ങളമാരെ വിട്ട്, ഭർത്താവിനെ വിട്ട്, മക്കളെ വിട്ട് പിരിയാൻ കഴിയാത്ത പലപ്പോഴും ആരായിരിക്കും? സഹോദരിമാരായിരിക്കും. അപ്പൊ അവര് ആ കോലത്തിൽ വന്നവരുണ്ടെന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അപ്പൊ ഒന്ന് പരീക്ഷിച്ചേക്ക്. ഫൈൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ. അങ്ങനെ പരിശോധിച്ചിട്ട് അവർ യഥാർത്ഥത്തിൽ ഈമാൻ ഉള്ളവർ തന്നെയാണെന്ന് ആരെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവോ, നിയമത്തിന്റെ കടുകട്ടി വരുന്നോയിക്കൊണ്ട്, അങ്ങനെ ബോധ്യപ്പെട്ട മോമിനാത്തുകളെ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. പിന്നെ അവരുടെ മുൻ ഭർത്താക്കന്മാരായ അവിശ്വാസികളുടെ അരികിലേക്ക്, കാഫിറുകളുടെ മുശ്രിക്കുകളുടെ അരികിലേക്ക് നിങ്ങൾ മടക്കി വിടരുത്. വലാ തൻകുൽ മുശ്രിക്കീന ഹത്താ യുമിനു വലാ അബ്ദു മുഅ്മിനുൻ ഖൈറു മിൻ മുശ്രിക്കിൻ വലൗ അഅജബകും വലാ തൻകുൽ മുശ്രികാത്തി ഹത്താ യുമിന വലാ അമത്തു മുഅ്മിനത്തുൻ ഖൈറു മിൻ മുശ്രിക്കത്തിൻ വലൗ അഅജബതുകും ഉലൈക യദഊന ഇലൻ നാർ വല്ലാഹു യദഊ ഇലൽ മഗ്ഫിറതി വൽ ജന്ന. ഖുർആൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ മുശ്രിക്കുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുത്. ആ മുശ്രിക്കുകൾ എത്ര സുന്ദരന്മാരാണെങ്കിലും, വേണ്ടപ്പെട്ടവരാണെങ്കിലും, പണക്കാരാണെങ്കിലും ശരി, ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ശരി, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുത്. അവർ വിശ്വാസികളാകുന്നത് വരെ ഹത്താ യുഅ്മിനു. കാരണം വല അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലൗ അഅജബകും. മുഅ്മിനായ ഒരു അടിമയാണ്. പണമില്ല, കാണാൻ ജയിലില്ല, വീടില്ല, കുടുംബമില്ല, അഡ്രസ് ഇല്ല, ഒന്നുമില്ല, പക്ഷെ ഈമാനുണ്ട് എങ്കിൽ അങ്ങനത്തെ പല അബ്ദും മുഅ്മിനുൻ, അങ്ങനത്തെ ഒരു ഈമാനുള്ള അടിമയാണ് ഖൈറും മിൻ മുശ്രിക്കിൻ. ഈമാനില്ലാത്ത സമ്പന്ന ധനാഢ്യനും അധികാരസ്ഥനും സുന്ദരനും ആരോഗ്യവാനുമായ ഒരു മുശ്രിക്കിനേക്കാൾ നല്ലത്.
കെട്ടിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ പെൺമക്കളെ കൊണ്ട് നിങ്ങൾ മുശരിക്കത്തുകളെ കല്യാണം നിങ്ങളുടെ ആൺമക്കളെ കൊണ്ട് നിങ്ങൾ മുശരിക്കത്തുകളെ കല്യാണവും കഴിപ്പിക്കരുത്. അവർ എത്ര സുന്ദരിമാരാണെങ്കിലും വലോ അഴജപത്തുക്കണ അവരെത്ര സുന്ദരിമാരാണെങ്കിലും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ശരീര സൗന്ദര്യവും സമ്പത്തും കുടുംബ പശ്ചാത്തലവും അറിവും കഴിവും ഉദ്യോഗവും ഒക്കെ അവർക്ക് ഉണ്ടെങ്കിൽ ശരി പറ്റൂല. കാരണം വല അമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ വലോ അഅജബത്തുക്കും. ഒന്നിനും കഴിയാത്ത ഒരു അടിമ പെൺകുട്ടിയാണ് ഇതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത്, ഉത്തമം. കാരണം ഉലൈക യദ്ഊന ഇലന്നാർ, അവർ നിങ്ങളെ വിളിക്കുന്നത് നരകത്തിലേക്കാണ്. വല്ലാഹു യദ്ഊ ഇലൽ ജന്നത്തി വൽ മഗ്ഫിറത്തി ബിഇദ്നി, അള്ളാഹു ആവട്ടെ ഈ സമുദായത്തെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കും അവന്റെ പാപമോചനത്തിലേക്കുമാണ്. പക്ഷേ നമ്മുടെ യുവാക്കളിൽ നല്ലൊരു പങ്കിന്റെ ചിന്ത പന്തൻ, എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ തിരഞ്ഞെടുക്കും, എനിക്കിഷ്ടപ്പെട്ടവന്റെ കൂടെ ഞാൻ പോവും, ഓന്റെ മതം എനിക്ക് ഓളെ മതം എനിക്ക് പ്രശ്നമില്ല അല്ലേ. അതിന് വാപ്പ നിർത്താനും കുഴപ്പമില്ല, സമുദായം എതിർത്താലും കുഴപ്പമില്ല, മഹല്ലത്ത് ഒന്നിച്ചെതിരുന്നാലും കുഴപ്പമില്ല. എനിക്ക് മൈ ബോഡി മൈ ചോയ്സ് പറയാം, തീരുമാനിക്കാം, തെരഞ്ഞെടുക്കാം. അതിനൊപ്പം ഞങ്ങൾ മുസ്ലിങ്ങളാണ് നിങ്ങൾ പറയരുതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങള് അതൊക്കെ നിങ്ങൾക്ക് ആക്കാം, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ദീനും തന്നിട്ടുണ്ട്, ഈ രാജ്യം തന്നിട്ടുണ്ട്. അതിന് കൂടെ നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നതിലാണ് സമുദായത്തിന് ദീനിന് എതിർപ്പുള്ളത്, വേറൊന്നിനും എതിർപ്പില്ല. കാരണം ഒരാൾ മുസ്ലിമായി നിലനിൽക്കുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ആ വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ മാത്രമാണ്. അതിന് പുറത്തു പോയാൽ പിന്നീട് അയാൾ എന്തല്ല, മുസ്ലിമല്ല. അതുകൊണ്ട് അത് നിങ്ങൾ പറഞ്ഞിട്ട് ഈ സമുദായത്തിന്റെ മേൽ അതും കൂടെ ആ ഭാണ്ഡം കൂടെ വെച്ച് കെട്ടിക്കരുത്. നിങ്ങൾ എന്തോ ആയിക്കോളൂ, നമുക്ക് ഈ സമുദായത്തിന് നിങ്ങൾക്ക് ഹിദായത്ത് നൽകണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കാനേ വകുപ്പുള്ളൂ, ഇവർക്ക് തിരിച്ചറിവ് നൽകണേ പടച്ചോനെ എന്ന് പറയാനേ വകുപ്പുള്ളൂ. നിങ്ങൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ ഞങ്ങൾക്ക് വകുപ്പില്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വകുപ്പില്ല, മഹലിന് വകുപ്പില്ല, സമുദായ നേതൃത്വത്തിന് വകുപ്പില്ല. രാജ്യം അങ്ങനെയാണ്. പക്ഷേ നമുക്ക് പോകേണ്ടുന്ന ഒരു രാജ്യം വേറെയാണല്ലോ. എല്ലാവർക്കും പാസ്പോർട്ടും വിസയും ഫ്രീ ആയി നൽകപ്പെടുന്ന ഒരു രാജ്യം അല്ലേ. അവിടെ അതിർവരമ്പുകൾ വേർതിരിക്കപ്പെടുന്നത് കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ, നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെയും ആരാധനകളുടെയും ജീവിത വിശുദ്ധിയുടെയും അടിസ്ഥാനത്തിലാണല്ലോ. അവിടെ പ്രിയപ്പെട്ട മക്കൾ തകരും അല്ലേ, അവിടെ തകരും. ഈ പേജിന്റെ അവസാനത്തെ വാചകം എന്ന് വെച്ചോക്കാണി, വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ. നിങ്ങൾ ഈമാനുള്ളവരാണെന്ന് പറയുന്നുണ്ടല്ലോ, ആ അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കണം. മറ്റൊരായത്ത് വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു കേന്ദ്രത്തിന്റെ നാഥനാണ് അള്ളാഹു, അവനെ നിങ്ങൾ പേടിക്കണം. നിങ്ങളുടെ ഈ പോക്ക് കണ്ടാലും ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഈ പോക്ക് കണ്ട മക്കളെ തോന്നുന്നത് അള്ളാഹു ഒരു സമയം പോക്കിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി പടച്ചുവിട്ടതാണ് നിങ്ങളെന്നും, നിങ്ങളൊന്നും അള്ളാന്റെ അടുത്തേക്ക് മടങ്ങൂലെന്നും ആണല്ലോ. അങ്ങനെയല്ല കേട്ടോന്നാ, അങ്ങനെയല്ല. വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, മടക്കപ്പെടും. അതുകൊണ്ട് ഫലാ തർജിഊന ഇലൽ കുഫാർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ലാ ഹുന്ന ഹില്ലുൻ ലഹും. കാരണം സത്യവിശ്വാസിനികളായ സഹോദരിമാർ ഇനി മുതൽ സത്യവിശ്വാസികളല്ലാത്ത ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുന്നത് അനുവദനീയമല്ല. വേറെ ചർച്ചയൊന്നുമില്ല, ഹലാലല്ല. ലാ ഹുന്ന ഹില്ലുൻ ലഹും, അവർ ഇവർക്ക് ഹലാലല്ല.
വലാഹും യഹില്ലൂന ലഹുന്ന, അത്തരം പുരുഷന്മാർ, സത്യവിശ്വാസികളായ പുരുഷന്മാർക്ക് സത്യവിശ്വാസിനികളല്ലാത്ത സ്ത്രീകളെയും ഭാര്യമായി ഹലാലല്ല. രണ്ടിലൊരാൾ മുഅ്മിനത്തല്ല എങ്കിൽ അതോടുകൂടി ആ വിവാഹ ബന്ധം ദുർബലപ്പെട്ടു പോകും. ഇനി അത് പാടില്ല. പക്ഷെ അങ്ങനത്തതിനെ തന്നെ തെരഞ്ഞു പിടിച്ച് കിട്ടുന്നവരോട് എന്ത് പറയാനാണ്? ഇനി പാടില്ല എന്ന് പറയാം. പച്ചയായിട്ട് അള്ളാഹു പറഞ്ഞു പാടില്ല. അപ്പോഴാണ് പിന്നെ ലവ് ജിഹാദായിട്ട് ഒരു ടീം ഇറങ്ങിയത്. പാടില്ല എന്ന് പഠിച്ചവൻ പറഞ്ഞത് വേറെ ചെയ്തായിട്ട് ലവ് ജിഹാദ് എന്നാ പറയാ? അതെ, ഹലാലല്ലടോ, പച്ച ഹറാമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തെമ്മാടിത്തരം ചെയ്തിട്ട് അത് ഈ സമുദായം ജിഹാദ് നടത്തുന്നതിന്റെ രൂപമാണെന്ന് പറയുമ്പോ അതിന്റെ ഉത്തരവാദിത്വം ഈ സമുദായം ഏറ്റെടുക്കണമെന്നുണ്ടോ? ഞാൻ ഇത് ഇങ്ങനെ പറയണമെന്നറിയോ? നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം, ഇത് മതപരമായി ഞങ്ങൾക്ക് അനുവദനീയമല്ല. അത് എന്റെ മകൻ ചെയ്താലും ഞാൻ ചെയ്താലും അത് തെമ്മാടിത്തരമാണ്, ഇസ്ലാം ഹറാമാക്കിയ സംഗതിയാണ്, അതും ജിഹാദും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഈ സമുദായത്തിലെ ഓരോ മക്കൾക്കും ഓരോ മെമ്പർക്കും സാധിക്കണം. അപ്പൊ നിങ്ങൾ ഈ ആയത്ത് വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. മദ്യപാനം ഇസ്ലാം അനുവദിച്ച കാലം ഉണ്ടായിരുന്നല്ലോ അല്ലെ? പലിശ ഇസ്ലാം അനുവദിച്ച കാലം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മളത് മഗ്‌രിബിന് ആദ്യത്തെ റക്അത്തിൽ കേട്ടെന്തറിയോ? അയ്യുഹല്ലദീന ആമനു ദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ. മുഅ്മിനീങ്ങളെ വാങ്ങിയതൊക്കെ വാങ്ങി, കൊടുത്തതൊക്കെ കൊടുത്തു, കിട്ടാനുള്ളത് ഇനി കിട്ടാനുള്ളത് വാങ്ങരുത്. അപ്പോഴേ നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് ഉറപ്പിക്കാൻ കഴിയുള്ളൂ അല്ലേ? അതിന് നിങ്ങൾ തയ്യാറല്ല എങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹുവോട് റസൂലിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണത്. ഏത്? ഹറാമായത് ചെയ്യുക എന്നത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ആ യുദ്ധപ്രഖ്യാപനത്തിന് ഇറങ്ങിപ്പെട്ട ചെറുപ്പക്കാരൻ നോക്കിയിട്ട് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് തലതാത്തല. അതെ, അല്ല പറയാണ് അള്ളാഹിനോട് അള്ളാഹിന്റെ റസൂലിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് എല്ലാ തെമ്മാടിത്തരങ്ങളും, എല്ലാ ഹറാമുകളും. എന്നിട്ട് അത് ഈ കൂടെ സമുദായത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്തിട്ട് മറ്റുള്ളവർ കൂടിയിട്ട് അതാ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ നമ്മൾ തലതാഴ്ത്ത് നിൽക്കല. അല്ല, നമ്മൾ പറയാ ഇത്തിക്കണ്ണി കയറിയാൽ നമ്മൾ ചന്ദനത്തിന്റെ കൊമ്പാണെങ്കിൽ എന്ത് ചെയ്യും? മുറിച്ചു മാറ്റും. അത് നമ്മളതല്ല എന്ന് പറയാൻ കഴിയണം. അത് നമ്മളതല്ല, നമ്മളും അതുമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ കഴിയണം. അതിന് മുമ്പുണ്ടായിരുന്നു. അതിനാണ് ഞാൻ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ വിശ്വാസികളിൽ അനുയായികളിൽപ്പെട്ട ഒരാളാണ്, മഹദിയാണ്. പക്ഷെ അവരുടെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പ് അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അവരുടെ ഭർത്താവ് അബുൽ ഹാസിബിൻ റബിയ ഇസ്ലാമിന് ശത്രുവായി തന്നെ, ശിർക്കിന്റെ നേതാവായി തന്നെ നിലനിന്നു. അവർ രണ്ടുപേരും അപ്പോഴും ഭാര്യയും ഭർത്താവുമാണ്. 13 വർഷക്കാലം മദീനയില് മക്കയില് അബുൽ ഹാസിബിൻ റബിയയും സൈനബ് റളിയല്ലാഹു അൻഹയും ഭാര്യയും ഭർത്താവുമായി തന്നെ ജീവിച്ചു. ഒരാൾ മുശ്രിക്കാണ്, ഒരാൾ മുഅ്മിനത്താണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോഴും സൈനബ് ഭർത്താവിനോടൊപ്പം തന്നെ മക്കയിൽ താമസിച്ചു. ഭാര്യയുടെ അരികിൽ നിന്ന് ഭർത്താവ് ആയുധമെടുത്ത് ഇറങ്ങിപ്പോയെന്നത് ഭാര്യ കാണുന്നു. എന്തിനാണ്? വാപ്പയോട് പോരാടാൻ ബദറിൽ പടയാളിയായി മുശ്രിക്കുകളുടെ പക്ഷത്ത് അബുൽ ഹാസിബിൻ റബിയ ഉണ്ട്. അപ്പോഴും ആരാണ്? ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങൾ ആലോചിച്ചോണി. ബദർ പോരാട്ടം കഴിഞ്ഞു 70 മുശ്രിക്കുകൾ തടവിലാക്കപ്പെട്ടവരിൽ ഒരാൾ ഈ അബുൽ ഹാസാണ്. ബാപ്പയുടെ അമ്മോശന്റെ തടവിൽ മരുമകൻ, മമ്മോശന്റെ തടവിലാണ് മരുമകൻ. എഴുത്തും വായനയും അറിയാവുന്നവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ച് മോചനം നേടാം.
സ്വതന്ത്രരാവാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അബുലാസിന് എഴുത്തും വായനയും അറിയില്ല. അബുലാസ് ഉൾപ്പെടെയുള്ള പലർക്കും അറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ കുടുംബങ്ങളുമായി ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട്, മുസ്ലിമീങ്ങൾ പറഞ്ഞത് എത്തിച്ചേരും, വിവരറിയിക്കും. അതനുസരിച്ച് മോചനത്തിന് തുക മോചനദ്രവ്യം വാങ്ങണം, അത് തന്നാ വിടാം. അങ്ങനെ മക്കാർ ഓരോരുത്തരായി തങ്ങളുടെ സ്വന്തക്കാരെ കൊണ്ടുപോകാൻ മോചനദ്രവ്യവുമായി വന്നു. അക്കൂട്ടത്തിൽ അബുലാസിന്റെ മോചനദ്രവ്യമായി സൈനബ് റളിയല്ലാഹു തആല അൻഹ മക്കയിൽ നിന്ന് കൊടുത്തുവിട്ടത് ഒരു മാലയാണ്. മുശ്രിക്കായ വാപ്പക്കെതിരെ പോരാടി വാപ്പയുടെ തടവിൽ കിടക്കുന്ന ഭർത്താവിനെ രക്ഷിക്കാൻ മുഅ്മിനത്തായ ഭാര്യ കൊടുത്തുവിടുന്നത് മാലയാണ്. ആ മാല കണ്ട നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണീരൊഴുപ്പി കുളിപ്പിച്ചു പോയി. അദ്ദേഹത്തിന് മനസ്സിലായി അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാലയാണ്. മകളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ സ്വന്തം കഴുത്തിൽ നിന്നാണ് ഊരിയിട്ട് കൊടുത്തതാണ്. അത് മോചനദ്രവ്യമായി മാകാൻ നബിയുടെ മനസ്സ് കൂട്ടാക്കിയില്ല. പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ, പള്ളി ഖത്തീബിന് പ്രത്യേകിച്ച് നിയമമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടി. അവരിൽ പലർക്കും അറിയാം ആ മാലയുടെ ചരിത്രം. അവരോട് നബി ചോദിച്ചു, ഇത് അബുലാസിൽ നിന്ന് വാങ്ങാൻ എൻ്റെ മനസ്സ് സമ്മതിക്കണില്ല, ഇത് ഞാൻ തിരിച്ചു കൊടുക്കട്ടെ, അബുലാസിനെ സ്വതന്ത്രനാക്കട്ടെ? സ്വഹാബത്ത് ഒന്നടങ്കം അത് അംഗീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ അബുലാസിനെ അടുത്ത നിർദ്ദേശം വെച്ചു, അബുലാസ്, ഇതെനിക്ക് വേണ്ട, നീ ഇതുമായി പോയിക്കോ, പക്ഷേ എൻ്റെ മോളെ കൊണ്ടു തരണം. ഇനി പറ്റൂല, എൻ്റെ മോളെ കൊണ്ടു തരണം. സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വാപ്പയുടെ അരികിൽ കൊണ്ടുവന്നു വിട്ടു. അബുല്ലാസ് ബിൻ റബിയ വളരെ സുരക്ഷിതയായി. അപ്പോഴും അവർ ഭാര്യയും ഭർത്താവാണ്. പിന്നെ ഉഹദിന് മുമ്പ് അബുല്ലാസ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു ആയി മുസ്ലിമായി മാറി. അവരുടെ പഴയ ദാമ്പത്യ ബന്ധം അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. അതിനും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആയത്ത് വരുന്നത്. ഏത്? ആ നിയമം ഇതുവരെ ഉണ്ടായിരുന്നു, ഇനി പാടില്ല. പക്ഷെ നമ്മുടെ മക്കൾ ഇപ്പോഴും അബുലാസ് ബിൻ റബിയയുടെ കാലത്താണോ എന്നൊരു സംശയം അല്ലേ? ഈ സമുദായത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ചിലരെങ്കിലും ഇപ്പോഴും അക്കാലത്താണോ നിൽക്കുന്നത് എന്ന് ചർച്ച ചെയ്ത് സംശയിക്കണം. അവിടെ അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ലാഹുന്ന ഹില്ലുൽ ലഹും വലാഹും യഹില്ലൂന ലഹുന്ന. ഇനി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാരാകാൻ പാടില്ല. ഇവിടെ ഹലാലല്ല എന്ന് പറയാം, അവിടെ കല്യാണം കഴിക്കരുത്, നിക്കാഹ് കഴിക്കരുത് എന്ന് അല്ലാഹു പറയാം. എന്നിട്ടും നമ്മൾ ഇങ്ങനെ തന്നെയാണെങ്കിലോ അല്ലേ? എന്നിട്ടും നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞാലോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൈൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊന ഇലൽ കുഫാർ ലഹുന്ന ഹില്ലുൽ ലഹും വലാഹും യഹില്ലൂന ലഹുന്ന. എന്നിട്ട് ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട് നോക്കിക്കോളിട്ടോ. വആതൂഹും മാ അൻഫഖൂ, എന്നാൽ വആതൂഹും മാ അൻഫഖൂ, അവരുടെ ഭാര്യമാർക്ക് വേണ്ടി മുശ്രിക്കുകളായ ഭർത്താക്കന്മാർ ചെലവഴിച്ച സമ്പത്തിൽ വല്ലതും ആ ഭാര്യമാരുടെ കൈകളിൽ ഇപ്പോഴുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കും. ഭർത്താക്കന്മാർ അന്ന് ഭാര്യമാർക്ക് വല്ലതും വാങ്ങിക്കൊടുത്തത് ആഭരണമായ സമ്പത്തോയ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്ക്, അത് നമുക്ക് പാടില്ല. ഇത്ര ദീനിന്റെ പോയിനോ കളി കിട്ടിയ കൊണ്ട് വണ്ടിക്കുള്ളിടാന്നല്ല പറഞ്ഞ് അല്ലേ? കിട്ടിയത് കയ്യിൽ വെച്ചല്ലാണ് ചവിട്ടി പുറത്താക്കി കളിന്നല്ല. അവരെ തിരിച്ചയക്കണം, അവരമ്മക്കിനി വേണ്ട. പക്ഷെ അവർക്ക് അവരുടെ ഭർത്താക്കന്മാർ കൊടുത്ത ആ സമ്പത്ത് വല്ലതുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. ഇത്ര വിശാലമായ കാഴ്ചപ്പാട് വേറെ ഏതെങ്കിലും ഒരു മതവിശ്വാസം പഠിപ്പിക്കുന്നുണ്ടോ ലോകത്തെവിടെയും? പാടില്ല അല്ലേ? സാമിരിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയൂ അല്ലേ? അറിയാലോ. ബനൂ ഇസ്രായേലിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയ മനുഷ്യൻ
ആ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അയാൾക്ക് കാരണം കിട്ടിയതെന്ന് സാഹചര്യം ഒരുക്കിയത് എങ്ങനെ അറിയും? ഈജിപ്തിൽ നിന്ന് രാത്രിക്ക് രാത്രി നെട്ടോട്ടം ഓടിപ്പോന്ന ബനൂ ഇസ്രായേലുകൾ കണ്ടതൊക്കെ കൂടെ കൊണ്ടുവന്നിരുന്നു. കിട്ടിയത് മുഴുവനും വലിച്ചു കൂട്ടിയിട്ട് കൂടെ കൊണ്ടുവരുന്നത്. ഞങ്ങളവിടുന്ന് കിട്ടിയതൊക്കെ കൊണ്ടുവന്നു. ഫഖദഫിനാഹ, അത് ഞങ്ങൾ സാമിരിക്ക് കൊടുത്ത് ആ സ്വർണം കൊണ്ടാണ് അയാൾ ആ പശുക്കുട്ടിയെ ഉണ്ടാക്കിയതെന്ന്. നോക്കാണെങ്കിൽ ഇസ്ലാം എത്ര വ്യക്തമായിട്ട് അവർ ശത്രുവിൻ്റെതാണ്, പക്ഷെ നമുക്ക് ഹലാലല്ല അല്ലേ? നമുക്കത് ഹലാലല്ല, അത് കൊടുത്തേക്ക്. അത് തന്നെയല്ലേ ഖുർആൻ പറഞ്ഞത്, വൻകിഹുൽ അയാമിക്കും സ്വാലിഹീന മിൻ ഇബാദിക്കും ഇമായിക്കും യഖൂലു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫളലിഹി. നിങ്ങളെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ചിന്തിക്കേണ്ട അവർക്ക് ദീനുണ്ടോന്നാണ്, സമ്പത്തുണ്ടോന്നല്ല. കെട്ടാൻ പറ്റുന്നവന് സമ്പത്തില്ല, പിന്നാലെ പോകുന്ന പെൺകുട്ടി കെട്ടിച്ചു കൊടുക്കണം, പെൺകുട്ടിക്ക് സമ്പത്തില്ല എങ്കിൽ ബേജാറാവണ്ട. യഖൂലു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫളലിഹി. അവർ പട്ടിണിക്കാരാണെങ്കിൽ അവർ സ്വയം പര്യാപ്തരാക്കാൻ അള്ളാഹ്ക്ക് പറ്റും, അത് അള്ളാഹ് ചെയ്തോളും. നിങ്ങൾ ഈമാനുള്ളവരാവണം. നിങ്ങൾ അതിൻ്റെ പേരിൽ വേണ്ടാത്തതൊന്നും ചെയ്യരുത്, ദുർമോഹം വെക്കരുത്, ദീനിന് മാത്രം പരിഗണന കൊടുക്കണം എന്ന് അവിടെയും അള്ളാഹു പറഞ്ഞു അല്ലേ? അപ്പോ അള്ളാഹുവിന് സമുദായത്തോട്, അള്ളാഹുവിന്റെ അടിമകളോടുള്ള കൃപാകാരുണ്യങ്ങൾ അത് എനിക്കും കിട്ടും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്നിടത്താണ് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സംതൃപ്തമായ മനസ്സ് നമുക്ക് കിട്ടുക. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നാട്ടുകാരെ പേടിച്ചോ, മഹല്ലത്തിനെ പേടിച്ചോ, കുടുംബത്തിനെ പേടിച്ചോ ആണെങ്കിൽ അത് മനസ്സമാധാനം തരികയില്ല, അത് സംതൃപ്തിയും സന്തോഷവും തരികയില്ല. മറിച്ച് ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും വേണ്ടില്ല, എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തലാണ് എൻ്റെ പ്രാഥമികമായ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, അത് മാത്രം ഞാൻ പരിഗണിച്ചാൽ മതി എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് സമാധാനം ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും, അയാൾക്ക് ഐശ്വര്യം ഉണ്ടാകും, അയാളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നതോടുകൂടി നാട്ടിലും അയാൾ വേണ്ടപ്പെട്ടവനായി മാറും. അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അഹദൻ, അള്ളാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ജിബ്രീലിനെ വിളിച്ചു പറയും, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു. നോക്ക് ജിബ്രീലെ, എനിക്ക് അയാളെ, ആ മനുഷ്യനെ എനിക്ക് നല്ല തൃപ്തിപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, നീയും അയാളെ തൃപ്തിപ്പെട്ടേക്ക്, ഇഷ്ടപ്പെട്ടേക്ക്. അങ്ങനെ ജിബ്രീലും അയാളെ ഇഷ്ടപ്പെടും. ജിബ്രീൽ മലക്കുകളുടെ ലോകത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹ അഹബ്ബ ഫുലാനൻ വഅഹിബ്ബുഹു. നോക്ക്, അള്ളാഹുവിന് ഇന്ന ആളെ ഇഷ്ടമാണ്, എനിക്കും അയാളെ ഇഷ്ടമാണ്. ഫഅഹിബ്ബൂഹു, നിങ്ങളെല്ലാവരും അയാളെ ഇഷ്ടപ്പെടണം. അതോടെ മലായിക്കത്തുകൾക്ക് മൊത്തത്തിൽ ഇയാളെ ഇഷ്ടപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുള്ള മലക്കുകൾക്കും ആ ഇഷ്ടമുണ്ടായി. അവർ നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കും, അയാൾ നല്ലവനാണ്, അയാൾ കുഴപ്പക്കാരനല്ല, വിശ്വസിക്കാൻ പറ്റുന്ന മനുഷ്യനാ, അതുകൊണ്ട് അയാൾ നമ്മളാളാണ്. അയാളോട് അറിയാതെ മനസ്സിൽ അനുകമ്പയും അടുപ്പവും സ്നേഹവും ഉണ്ടാകും. അങ്ങനെ അയാൾ അള്ളാഹുവിനും വേണ്ടപ്പെട്ടവനാകും, മനുഷ്യർക്കും വേണ്ടപ്പെട്ടവനാകും. എന്നാൽ അള്ളാഹുവിന് ഒരാളോട് വെറുപ്പാണെങ്കിലും ഈ ചാനൽ ഇതുപോലെ പ്രവർത്തിക്കും. അവസാനം അയാൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവനായി മാറും, അള്ളാഹ്ക്ക് പണ്ടേ വേണ്ടാത്തവരായി മാറിയിട്ടുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങളെ, ആ വിഷയം നമ്മളൊന്ന് പഠിക്കണം. അവർ ചെലവഴിച്ചാണ് കൊടുത്തേക്കുന്നത്, ഞാൻ കൊടുക്കന്നെ, അതിനേക്കാൾ മെച്ചപ്പെട്ട എനിക്ക് അള്ളാഹു തരും എന്ന് വിശ്വസിക്കാൻ കഴിയണം അല്ലേ? ഞാനാണ്ട് ഒഴിവാക്കുന്ന വകപ്പേരെ കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയാണ്. കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ എന്നെ പേടിച്ച് എനിക്ക് വേണ്ടി, എന്റെ പൊരുത്തത്തിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി ജീവിച്ചവരാണല്ലോ. ഇനി ഒന്നും നോക്കണ്ട, ഇഷ്ടം പോലെ കഴിച്ചോളൂ കുടിച്ചോളൂ എന്ന് പറയുന്ന എന്തിന്റെ ഫലാണ്? ഇവിടെ അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയതിന്റെ ഫലം. ഇതിട്ട് വിടൂല, അത് കിട്ടും വേണം എന്ന് വിചാരിച്ചാൽ, പണ്ട് കാരണന്മാരെന്തേ പറഞ്ഞു നോട്ടിയേക്കാം,
ഉത്തരത്തിലുള്ളത് എടുക്കും വേണം, കഷ്ടത്തിലുള്ളത് പോകാനും പാടില്ല. അത് രണ്ടും കൂടെ നടക്കില്ല. രണ്ടിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയെന്ന് വേണ്ടി വരും. ഒന്നുകിൽ അല്ല ഒഴിവായി പോകും, അല്ലെങ്കിൽ നാട്ടുകാർ നമ്മൾ ഒഴിവാക്കാൻ നോക്കണം. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ അടുപ്പം കിട്ടാൻ വേണ്ടി. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് നമ്മൾ ഇഷ്ടത്തോടു കൂടി ഒഴിവായി നിൽക്കണം. അപ്പൊ വാത്തുഹുമാഫക്കു എന്നിട്ട് അള്ളാഹു പറയാണ്, അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഇവിടെ വരുന്ന മുഅ്മിനത്തുകളായ സ്ത്രീകൾ അവരുടെ സംരക്ഷണ ഉത്തരവാദിത്തം ആർക്കുള്ളതാണ്? മുസ്ലിം സൊസൈറ്റിക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനൊരു മാർഗമുണ്ട്. വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹൂഹുന്ന. നിങ്ങൾക്ക് അവർ ഇപ്പോൾ ഭർത്താക്കന്മാരില്ലാത്തവരല്ല, അവർ വിവാഹമോചിതരാണ്, തൗഹീദിനു വേണ്ടി ഇണകളെ ഒഴിവാക്കിയവരാണ്. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൂടാ. നിങ്ങൾക്കാവട്ടെ അവർ അന്യ സ്ത്രീകളുമാണ്, അടുപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്ത് കൂടെ നിർത്താം. സുബ്ഹാനല്ലാഹ്. ഒരു അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കണം ദീനിന്റെ വിശാല കാഴ്ചപ്പാട് നോക്കാണ്. ഓ, കിട്ടിയോടത്തൊക്കെ പെണ്ണട്ടിക്കാൻ നടക്കാണ് എന്ന് പറയുന്നവർ ഇതിനേക്കാൾ നല്ലൊരു മാർഗം കാണിച്ചു തരട്ടെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 1.25 കോടി മനുഷ്യർ കൊല്ലപ്പെട്ട റഷ്യയിൽ പിന്നീട് പതിറ്റാണ്ടുകളോളം അന്തിക്കൂട്ടിലൊരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പരസ്യം വെക്കുമായിരുന്നു. റഷ്യൻ തെരുവുകളിലെ വീടുകളിൽ 10,000-കണക്കിന് വീടുകളില്ല. ആര്? വിധവകളാക്കപ്പെട്ട സ്ത്രീകൾ. യുദ്ധക്കെടുതിയിൽ ഭർത്താക്കന്മാരും മക്കളും നഷ്ടപ്പെട്ടു പോയ സ്ത്രീകൾ അന്തിക്കൂട്ടിനൊരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വീടിന് മുമ്പിൽ ബോർഡ് കെട്ടി തൂക്കുമായിരുന്നു എന്നത് ചരിത്രമായി മാറിയിട്ട് അധികം കാലൊന്നും ആയിട്ടില്ല, 80 കൊല്ലായിട്ടുള്ളൂ. 14.5 നൂറ്റാണ്ട് മുമ്പാണ് പറഞ്ഞത്, നിങ്ങൾ അവരെ കല്യാണം കഴിച്ച് കൂടെ നിർത്തിയേക്ക്, അവർക്ക് സുരക്ഷിതമായ താമസമായി, നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാനുള്ള വകുപ്പ് ഞാൻ തരാം. അതിലെ വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹൂഹുന്ന. പക്ഷെ അപ്പോഴും പറഞ്ഞ് അവർ അഭയാർത്ഥികളായി വന്നിവിടെ ആരും പേരും ഇല്ലാത്താന്ന് വിചാരിച്ചിട്ട് വെറുതെ കെട്ടാൻ പറ്റൂല. ഇതാ ആത്തൈതുമൂഹുന്ന ഉജൂറഹുന്ന, അവർക്ക് മഹർ കൊടുക്കണം അല്ലെ? അപ്പോഴും അവരുടെ പക്ഷത്ത് തന്നെയാണ് അല്ലാഹു. അവർക്ക് മഹർ കൊടുത്താൽ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാം. എന്നിട്ട് അടുത്ത നോക്കാണ്, അങ്ങനെ നിങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ അവരെ കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് ആരും പേരില്ലാതെ നാട്ടുകൂടി തിരിഞ്ഞ് നടക്കണ്ട വെച്ചിട്ട് ഞാൻ കെട്ടിക്കൊടുന്നാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവിശ്വാസികൾ പെരുമാറുന്നത് പോലെ അവരോട് ക്രൂരമായി പെരുമാറരുത്. മാഷാ അല്ലാഹ് അല്ലേ? വലാ തുംസികൂ ബിഅസമിൽ കവാഫിർ. അവിശ്വാസികൾ അവരെ മുറുക്കി പിടിച്ചതുപോലെ നിങ്ങൾ അവരോട് ക്രൂരത കാണിക്കരുത്. കൃത്യം നോക്കാണ്. വസ്അലൂമാംഫഖ്തും. നിങ്ങളുടെ ഭാര്യമാരെ ഒഴിച്ചുവിട്ടപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവർ തരുന്നില്ലെങ്കിൽ അവരോട് ചോദിച്ചു വാങ്ങുക. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടാനുണ്ടെങ്കിൽ അവരും ചോദിച്ചോട്ടെ. അതിനെന്താ അർത്ഥം? ഭാര്യയെയോ ഭർത്താവിനെയോ ഒഴിവാക്കിയതിന്റെ പേരിൽ മുസ്ലിമീങ്ങളോ മുശ്രിക്കുകളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്നുവെങ്കിൽ അത് മുഅ്മിനീങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിലും മുശ്രിക്കുകൾക്ക് ആണ്ട് കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുക്കണം. അവരോട് നിങ്ങൾ ചോദിച്ചാലും അവർ നിങ്ങളോട് ചോദിച്ചോട്ടെ എന്നാണ് ഇവിടെ. പക്ഷെ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം എന്ന് ആദ്യം പറഞ്ഞു. ഇങ്ങോട്ട് കിട്ടാനുള്ളത് ചോദിക്കുകയും ചെയ്യാം. ദാലികും ഹഖുമുല്ലാഹ്. അതാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം, വിധി. യഹ്കുമു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അവൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഹുക്മ് അതാണ്. വല്ലാഹു അലീമുൻ ഹക്കീം. എന്ത് എപ്പോ എങ്ങനെ ചെയ്യണം എന്ന കൃത്യമായ അറിവും സൂക്ഷ്മമായ കാഴ്ചപ്പാടുമുള്ളവനാകുന്നു അള്ളാഹു. എന്നിട്ടൊരു സാന്ത്വനം നോക്കിക്കോളി. ഇന്റെ പെണ്ണിനെ ഞാൻ ഓള് മുശ്രിക്കത്തായപ്പോ ഒഴിവാക്കി വിട്ട് ഞാൻ മുസ്ലിമായിട്ട് ഓളോട് പറഞ്ഞു കേട്ടില്ല. ഓളെടുത്താണ് ഒരുപാട് സമ്പത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാനാണ് കൊടുത്തു. പക്ഷെ ഇന്റെ പെങ്ങൾ അങ്ങോട്ട് അയക്കിയപ്പോ പൈസ തന്നില്ല. ഇന്റെ പെങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചപ്പോ ഞാനാണ്ട് കൊടുത്തത് ഞാൻ ചോദിച്ചു, തന്നില്ല. അപ്പൊ ഞാനിപ്പോ പട്ടിണിക്കാരനായില്ലേ? കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും വേണം,
കിട്ടാനുള്ളത് അവരോട് തന്നതുമില്ല. അങ്ങനെ കഷ്ടപ്പെടുന്നവരോട് അള്ളാഹു പറയുന്നൊക്കെ വഇൻ ഫാതക്കും ശൈഉം മിൻ അസ്വാജിക്കും മിനൽ കുഫാർ, നിങ്ങളുടെ ഇണകളിൽ ആരെങ്കിലും ഇപ്പോഴും കുഫറിൽ തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെ തിരിച്ചയക്കേണ്ടി വന്നുവല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സമ്പത്ത് മുഴുവൻ നിങ്ങൾ കൊടുക്കുകയും ചെയ്തല്ലോ. അത് വൈൻ ഫാത്തക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫആഖബതും, അടുത്ത യുദ്ധ നടപടി ഉണ്ടാകുമ്പോൾ, സുബ്ഹാനല്ലാഹ്, അടുത്ത യുദ്ധ നടപടി ഉണ്ടാകുമ്പോൾ അതാരോടാണെങ്കിലും ശരി, ഫആത്തുല്ലദീന ദഹബത് അസ്വാജുഹും മിസ്ല മാ അൻഫഖൂ, ഭാര്യമാരെ പറഞ്ഞു വിട്ടപ്പോൾ കൊടുത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ളത് എത്രയാണോ അതാ യുദ്ധ ഫണ്ടിൽ നിന്ന് എടുത്തോളൂ. സുബ്ഹാനല്ലാഹ്, അതാ യുദ്ധ ഫണ്ടിൽ നിന്ന് എടുത്തോളൂ. എന്നാലും ഇതാണ് കൊടുക്കാൻ മടിക്കണ്ട, നിങ്ങൾക്കുള്ളത് ഞാൻ തരാം അല്ലേ. അവർക്ക് നിങ്ങൾ കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സക്കാത്തുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുമ്പോൾ കാണുന്ന റിപ്പോർട്ടുണ്ട് ഇതേപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എനിക്ക് ശേഷം ജീവിച്ചിരിക്കാൻ സാധിക്കുന്നവർക്ക്, ദീർഘനാൾ ജീവിച്ചിരിക്കാൻ സാധിക്കുന്ന ക്രൂരന്മാരായ ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടെന്ന ദുരവസ്ഥ വരും. അപ്പൊ ക്ഷമിക്കണം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അത് ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ ഞങ്ങളുടെ സക്കാത്ത് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? അവർ ക്രൂരന്മാരായിരിക്കൂലേ, അവരതുകൊണ്ട് തോന്നിയസം കാണിക്കൂലേ, അപ്പൊ അത് ഞങ്ങൾ അവർക്ക് കൊടുക്കണം എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നറിയോ, ആതൂഹും ഹഖ്ഖഹും, സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുക എന്നത് അവരുടെ അവകാശമാണ്, അത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്, അത് കൊടുത്തേക്ക്. വസ്അലുല്ലാഹ ഹഖ്ഖക്കും, നിങ്ങൾക്ക് കിട്ടാനുള്ള പടച്ചവനോട് ചോദിച്ചോളി, അവിടുന്ന് വരും. ഈ സമുദായം എന്നതൊക്കെ അംഗീകരിക്കുക. നിങ്ങൾ കൊടുത്തുകാളാണ് കൊടുത്തോളി, നിങ്ങൾക്ക് ഒന്നും നഷ്ടം വരില്ല, നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചോളി, അള്ളാഹ് നിങ്ങൾക്ക് അതിന് തരും എന്ന് പറയുമ്പോൾ അതാണ് അംഗീകരിക്കാറ്. പിന്നെ ഈ കക്കാനും വഞ്ചിക്കാനും ചതിക്കാനും പലിശ വാങ്ങാനും കൊടുക്കാനും പോണ്ട ആവശ്യമുണ്ടോ? ചെറിയ കാര്യത്തിലാണെങ്കിൽ ഗൗരവമുള്ള കാര്യത്തിലാണെങ്കിലും അത് കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും തന്നെ, കിട്ടുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ജാബിർ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള പറയുന്നുണ്ട്, വാപ്പ മരിക്കുമ്പോൾ 10,000 ദിനാറിലധികം കടാണ്. വാപ്പന്റെ അടുത്ത് നാട്ടുകാരൊക്കെ പൈസ സൂക്ഷിച്ചു വെക്കാൻ കൊടുക്കും. ആരാന്റെ പൈസയും നോക്കാതെ വാപ്പ പെരയിൽ ആര് കഷ്ടപ്പാടുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ വാപ്പ മരിക്കുമ്പോൾ 10,000-ലധികം ദിനാറ് കടാണ്. വാപ്പ മരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മോനെ വാപ്പക്ക് എത്ര ഉറുപ്പ്യ ഇന്ന ആൾക്കാർക്ക് കൊടുക്കാണ്ട്, കേട്ടച്ചോളിട്ടാ, അതൊന്ന് കൊടുക്കാട്ടോ, പെര വിറ്റിട്ടാണെങ്കിലും കൊടുക്കണം. ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ ഈ എൻ്റെ യജമാനനോട് ചോദിച്ചോന്നാ, എൻ്റെ മുതലാളിനോട് ചോദിച്ചാൽ മതി, മൂപ്പര് തരുന്നു. അത് പറഞ്ഞു വാപ്പയോട് മരിച്ചു. മകന് വാപ്പക്ക് എങ്ങനെ ഒരു യജമാനുള്ളതായിട്ട് അറിയില്ല, ചോദിച്ചാൽ കൊടുക്കുന്ന ഒരു യജമാനുള്ളതായിട്ട് വാപ്പക്ക് മകൻ അറിയില്ല. പക്ഷെ അവസാനം വാപ്പക്ക് മകന് തോന്നിപ്പോയി, അള്ളാഹുവാണ് വാപ്പന്റെ യജമാനൻ. അങ്ങനെ മകൻ പറയും, പരമാവധി വാപ്പന്റെ കടങ്ങൾ ഞാൻ സമ്പാദിച്ച് പണിയെടുത്ത് അധ്വാനിച്ച് വീട്ടി. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള സമയത്ത് അവിടെയൊക്കെയുള്ള ആളുകൾ വാപ്പ കടം കൊടുക്കാണ്ട് സൂക്ഷിച്ചു വെച്ച് കൊടുക്കാണ്ടായിരുന്നു എന്ന് പറയും. ഒരു നിവൃത്തിയില്ലാതാവുമ്പോൾ ഞാൻ ആകാശത്തൊക്കെ കൈ ഉയർത്തും, പടച്ചോനെ, ജാബിറിന്റെ റബ്ബേ, ജാബിറിന്റെ സയ്യിദേ, ജാബിറിന്റെ കടം വീട്ടാൻ എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ല, എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ. എന്നിട്ട് ഞാൻ അവരോട് പറയും, തരാം, വളരെ വേഗത്തിൽ തന്നെ തരാമെന്ന് പറയും. ഞാൻ വീട്ടിലെത്തുമ്പോൾ ആ കൊടുക്കാനുള്ള തുക ആരോ കൊണ്ടുവന്ന് വെച്ചതുപോലെ എൻ്റെ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള വേറെ വഴി അള്ളാഹുവോട് ഏർപ്പെടുത്തിയിട്ടുണ്ടാവും എന്നർത്ഥം. ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് ഹദിയാണ്, ഞാനൊരു കാര്യത്തിൽ ജാബിറിന് കൊടുക്കാൻ വിചാരിച്ചു, നാളെ പിടിച്ചോളി എന്ന് പറഞ്ഞൊക്കെ കൊടുത്തതായിരിക്കാം. അതങ്ങനെ ആ മുഴുവൻ കടവും വീടി എന്ന് അദ്ദേഹം പറയുന്നത്. സമുദായം മനസ്സിലാക്കേണ്ട സംഗതി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ ഏത് പ്രയാസങ്ങൾക്കും അള്ളാഹു ഒരു മാർഗം തുറന്നു തരും. അള്ളാഹുവിൽ ഒരാൾ തവക്കുലാക്കിയാൽ
അയാളുടെ പ്രയാസങ്ങൾ നീക്കാൻ അള്ളാഹു മതിയായവനാണ്. എന്താ കാരണം? സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറയും, വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ കഴിവുള്ളവനാണോ അള്ളാഹു. സുബ്ഹാനല്ലാഹ്. സമുദായം ഇതൊക്കെ പഠിച്ചു വന്നാൽ സമുദായത്തിന് ജാറങ്ങളുടെ വല്ല ആവശ്യമുണ്ടോ? സമുദായത്തിന് ഔലിയാക്കന്മാരെയും ബീവിമാരെയും പൂവിന്റെ വള്ളിന്റെ കബറിന്റെ വല്ല ആവശ്യമുണ്ടോ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ല, അള്ളാന്റെ അടിമക്ക് അല്ല പോരെ. എങ്ങനെയാണ് ഈ പോരാന്ന് പറയാൻ തോന്നുന്നത് മനുഷ്യര്? മുഅ്മിനീങ്ങൾക്ക് അള്ളാനെ നമ്മ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, വേണ്ടും വണ്ണം അള്ളാനെ സമുദായം പഠിച്ചില്ല. അല്ലേ? എങ്ങനെയാണ് ഈ കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടുമായി സിവിലും ക്രിമിനലുമായ റാത്തീബുകളായി, ഹദ്ദാദുകളായി, മാലയായി, മൗലൂദായി, ജാറം പൂജകളായി നടക്കണീനടിയിൽ എവിടുന്നാണ് അള്ളാഹിനെ പറ്റി പഠിക്കാൻ സമയം? മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്കും പറയാനുള്ളത് ഇതാണ്. ഇനി സത്യം ആരെങ്കിലും ഒരാളെ പറഞ്ഞ അപ്പ അയാൾ മുത്തമ്പാതിയായി. അല്ലേ? അപ്പ അയാൾ മുത്തമ്പാതിയായി. പണ്ട് അറബിക്കബി പറഞ്ഞെന്തറിയോ? അള്ളാനെ മാത്രം ആരാധിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വഹാബി എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ വഹാബിയാണോ? വഹാബിയാണ്. അള്ളാഹ് മാത്രം വിളിക്കുന്നത് കൊണ്ട്, വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വഹാബി എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ വഹാബിയാണ്, വഹാബിയാണ്, വഹാബിയാണ്. അപ്പൊ ഈ വഹാബി എന്ന് പറഞ്ഞത് ചതിപ്പെട്ടതാട്ടോ. അതെ, അത് ഇട്ടോൻ ഓർത്തില്ല. അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആളുകളാണ് എന്നാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പൊ അവർ പറയേണ്ടത് എന്തായിരുന്നു? മുഹമ്മദിന്റെ ആളുകളാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞ ഈ സമുദായത്തിന് ഓർമ്മ ഒരു ആരെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ ആളുകളാന്ന് പറഞ്ഞാൽ പിന്നെ പൊടുത്തം വിട്ടില്ലേ? മുജാഹിദുകൾ അല്ലെങ്കിൽ തൗഹീദുള്ള ആൾക്കാർ റസൂലുള്ളാഹിന്റെ ആളുകളാന്ന് പറഞ്ഞാൽ പൊടുത്തം വിട്ട്. അപ്പൊ ഇവർ ആർക്കും മനസ്സിലാവാത്തൊരു പേര് പറഞ്ഞതാണ്. ബാപ്പാന്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബികളാണ്. അപ്പൊ പിന്നെ വഹാബ് ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? റബ്ബന ഹബ്ലനാ മിൻ ലദുക റഹ്മത്തൻ, ഉറക്കെ പറഞ്ഞാണ്, ഇന്നക അൻതൽ വഹാബ്. അപ്പൊ ഈ വഹാബി എന്ന് പറയുന്നത് അഭിമാനമാണ്. എന്താ ഇതിനർത്ഥം? ആ ചെങ്ങായി അള്ളാന്റെ ആളാന്ന് അവര് പറയണം. അല്ലേ? ചെങ്ങായി അള്ളാന്റെ ആളാണ്. അത് അഭിമാനമായി കൊണ്ടു നടക്കാൻ സമുദായം പഠിച്ചാൽ സമുദായത്തിൽ നിന്ന് ശിർക്ക് പോകും, ബിദ്അത്ത് പോകും, എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും പോകും. അള്ളാഹു അല്ലാത്ത മുഴുവൻ അതോടുകൂടി പോയി. അള്ളാഹുവിന്റെ ആളുകളായി, വഹാബികളായി ദീർഘകാലം ജീവിക്കാനും വഹാബികളായി തന്നെ മരിക്കാനും വഹാബിന്റെ കൃപാശിസ്സുകളുടെ ലോകമായ സ്വർഗപ്രവേശനം നേടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അടുത്ത യുദ്ധ നടപടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ യുദ്ധമുതലിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞാണ്, വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ നിയമങ്ങളാണ് ഏറ്റവും നല്ലത് എന്ന് തിരിച്ചറിയണം. ആ നിയമങ്ങളെ സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ പാലിക്കാൻ കഴിയണം. അപ്പോഴാണ് തഖ്വയുള്ളവരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, യാ അയ്യുഹൻ നബി ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു യുബായിഅനക, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അങ്ങയുടെ അരികിൽ വന്ന് അങ്ങക്ക് ബയ്യാത്ത് ചെയ്യാൻ തീരുമാനിച്ചാൽ, വന്നാൽ ബയ്യാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് അവിശ്വാസികളായ ഒരാൾ കടന്നു വരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനരികിൽ വന്ന് ചില കാര്യങ്ങൾ ഏറ്റുപറയണമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ, പുരുഷന്മാരാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ സ്വന്തം കൈ ചേർത്ത് വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കണമായിരുന്നു.
സ്ത്രീകളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ കൊടുക്കുകയില്ല. പക്ഷേ നബിയുടെ മുമ്പിൽ വന്ന് അവർ പ്രതിജ്ഞ എടുക്കണം. ഉറക്കെ ആ നബി കേൾക്കുന്ന രൂപത്തിൽ പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞക്കാണ് എന്ത് പറയാ? ബയാത്ത് എന്ന് പറയാ, അനുസരണ പ്രതിജ്ഞ എന്നർത്ഥം. അങ്ങനെ പ്രതിജ്ഞ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ്? ഒന്ന്, അവർ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് പ്രതിജ്ഞയിലൂടെയാണ് ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ പറ്റുക. ഈ ശൈഖ് എന്നതിൽ ജീവനുള്ളതും ഇല്ലാത്തതും മനുഷ്യരും മൃഗവും കല്ലും മുള്ളും മരങ്ങളും ഉൾപ്പെടെ അല്ലാഹുവല്ലാത്തതെല്ലാം പെടും. അംബിയ മുർസലുകളാണെങ്കിൽ ഔലിയാക്കളാണെങ്കിൽ പെടും, സാധാരണ മനുഷ്യരാണെങ്കിൽ അത് പെടും. ജീവനുള്ളതും ജീവനില്ലാത്തതുമായി എല്ലാ വസ്തുക്കളും പെടും. ഇത്ര വൃത്തിയായിട്ട് ജുബാറ വല്ലതും തൗഹീദിനെ കുറിച്ച് പറയാനുണ്ടോ? അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈഅൻ, അവർ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്നവർ നബിയുടെ മുമ്പിൽ വന്ന് ആണയിട്ടാൽ മാത്രമേ അവർക്ക് ആരാവാൻ സാധിക്കുകയുള്ളൂ? മുഅ്മിനത്താവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ ഈ സമുദായത്തിൽ എത്ര ആളുണ്ടാകും ഇപ്പൊ അതിന് യോഗ്യത ഉള്ളത്? എത്ര ആളുണ്ടാകും? കൊടിയും പിടിച്ച് കുറച്ചാൾക്കാര്, തുണി പിടിച്ച് കുറച്ചാൾക്കാര്, വെളിച്ചെണ്ണ പിടിച്ച് കുറച്ചാൾക്കാര്, അതിന്റെ സ്പൂണ് പിടിച്ച് കുറച്ചാൾക്കാര്, തിരി കെടാതെ നോക്കാൻ കുറെ ആൾക്കാര്, ചന്ദനത്തിരി കൊണ്ട് കുറെ ആൾക്കാര്, അത് മാറിയിടാൻ കുറെ ആൾക്കാര്, പച്ച തുണി വേറെ കുറെ ആൾക്കാര്, മുസാഫ് വെക്കാൻ കുറെ ആൾക്കാര്, വാങ്ങി വെക്കാൻ കുറെ ആൾക്കാര്, എല്ലാവർക്കും വേണ്ടി കൂലിക്ക് ദ്വയർക്കാൻ കുറെ ആൾക്കാര്, ഏത് നീക്കാൻ വയ്യാത്തോടത്തൊന്നും ചെന്ന് കൂടിക്കൊടുക്കാൻ കുറെ ആൾക്കാർ. അല്ലേ? പറയേണ്ടത് എന്തായിരുന്നു? ഹലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈഅൻ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കില്ല. റുബൂബിയത്തിൽ പങ്കു ചേർക്കില്ല, ഉലൂഹിയത്തിൽ പങ്കു ചേർക്കില്ല, അസ്മാഉ വസിഫാത്തിൽ പങ്കു ചേർക്കില്ല. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സംവിധാനിച്ചത് അല്ലാഹു അല്ലാതെ മറ്റിന്നവർ കൂടി ആവാം എന്ന് പറഞ്ഞാൽ അത് റുബൂബിയത്തിലെ ശിർക്ക്. ആരാധനകളുടെ ഏതെങ്കിലും ഒരു വംശം അല്ലാഹുവല്ലാതെ മറ്റാരിലേക്കും കൂടി തിരിഞ്ഞു പോയാൽ അത് പ്രാർത്ഥനയാവാം, മുട്ടുകുത്തലാവാം, സുജൂദാകാം, നേർച്ചയാവാം, വഴിപാടാകാം, അത് നമസ്കാരമാകാം, അത് സത്യം ചെയ്യലാകാം, അത് സഹായം തേടലാകാം, തവസ്സുലാകാം, ഇസ്തിആനത്താകാം, ഇസ്തിആദത്താവാം. ആവൂലേ? അള്ളാഹിനോട് ചോദിക്കേണ്ടത് വേറൊരാളോട് ചോദിക്കുക, വേറെ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് പ്രതീക്ഷിക്കുക. കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സ്വനമുക്. അല്ലാഹുവല്ലാതെ നിനക്ക് രക്ഷ നൽകുമെന്ന് നീ എന്തിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ അത് നിന്റെ വിഗ്രഹമാണോ. ആകയാൽ ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നീ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് നിനക്ക് ഗുണകരമല്ല, ഗുണം ചെയ്യുകയില്ല. മഅശിർക്കിൽ ഖൽബ്, മനസ്സിൽ ശിർക്കുണ്ടെങ്കിൽ. പറഞ്ഞത് ആരാ? നിങ്ങള് കേരളത്തിലെ മാപ്പിളാരെ ഏറ്റവും കൂടുതൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആളാരാ? മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞതാണ് അല്ലേ? പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞെന്താ? എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കേണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഞാൻ പറയണോ? എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഓവറല്ലേ? ഒരുപാട് ഓവറല്ലേ? ഈ സമുദായം ഓവറായിനെ തന്നെ കൊണ്ടുനടക്കണോ? എല്ലാ വരിയുടെ അവസാനത്തിൽ അതുണ്ട്. എന്ത് ഓവറാണ്? അതിന് വെക്കണ ചോറ് ഓവറാ, കൊടുക്കണ പൈസ ഓവറാ, അതിന് കത്തിക്കണ ചന്ദന തിരി ഓവറാ അല്ലേ? ഓവറായി ഇതൊക്കെ കൂടെ ഓവർഫ്ലോ ആയിട്ട് പോകേണ്ടത് എവിടുക്കാ? നരകത്തെ സ്വർഗത്തിന്റെ പുറത്തേക്കാ, സിറാത്തുൽ മുസ്തഖീമിന്റെ പുറത്തേക്കാ. രണ്ട്, മോഷ്ടിക്കുകയില്ല.
വലയസ്നീൻ, വ്യഭിചരിക്കുകയില്ല. വലയഖ്തുൽന ഔലാദഹുന്ന, മക്കളെ കൊല്ലുകയില്ല. പഠിച്ചോനെ, സമുദായത്തിലെ മെമ്പർമാരിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകട്ടാ അല്ലേ? കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ശിർക്ക് ചെയ്യൂല. ആള് പറഞ്ഞില്ലേ? മോഷ്ടിക്കുകയില്ല, കുറഞ്ഞില്ലേ? വ്യഭിചരിക്കുകയില്ല, പിന്നെയും കുറഞ്ഞില്ലേ? വലായഖ്തുൽ ഔലാദഹുന്ന, മക്കളെ കൊല്ലൂല. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊല്ലുന്നവരാണ് നമ്മളെ കൂട്ടത്തിലെ ആൾക്കാരെ. മറ്റേ പാവങ്ങള് എത്രയൊക്കെ ക്രൂരന്മാരാണെങ്കിലും പിറന്നു വീണൊരു 2-3 കൊല്ലെങ്കിലും ജീവിക്കാൻ സമ്മതിച്ചിന്ന്. നമ്മളോ ഇത് വരാൻ തന്നെ സമ്മതിക്കില്ല അല്ലേ? വലായഗ്തീരബി ബുക്താനി യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിന്ന, എന്ന് പറഞ്ഞാല് കൈകാലുകൾക്കിടയിൽ തമ്മാടിത്തരം ചെയ്തിട്ടത് ഭർത്താവിൻ്റെതാണെന്ന് കള്ളം പറയുകയില്ല. ഭാര്യമാരും ജാഗ്രത. മുസ്ലിമീങ്ങൾ ഇത് പൂർവകാലത്തോ വിവാഹശേഷമോ ജാരബന്ധമുണ്ടായിട്ട് ആ ജാരബന്ധത്തിലുണ്ടായ മക്കൾ ഭർത്താവിന്റെ പേരിലുള്ളതാണ്, ഭർത്താവിന്റെ മക്കളാണെന്ന് പിതൃത്വം സ്ഥാപിക്കുക, ആരോപിക്കുകയില്ല. ആള് പിന്നെയും പോയില്ലേ? ഒരു നന്മയും നബിയെ അങ്ങ് പറയുന്നത് എതിർക്കുകയില്ല. ഇപ്പൊ എത്ര ആളുണ്ടതിന്? ഞാനുണ്ടോ? നമ്മളാരെങ്കിലും ഉണ്ടോ? ആണ് മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹിന്റെ കാലത്തെ ഇസ്ലാം ആണ്, ഈമാൻ ആണ് നമുക്ക് ആവശ്യമെങ്കിൽ ഈ ആയത്തൊന്നുകൂടി പഠിക്കണം അല്ലേ? സ്വർഗത്തിൽ പോകാനുള്ള വഴി ആ ഇസ്ലാമാണെന്ന് നമ്മൾ മനസ്സിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ആയത്തൊന്നുകൂടി പഠിക്കണം. അലാ ലാ യുശ്രികന ബില്ലാഹി ശൈഅൻ വലാ യസ്രിഖന വലാ യസ്നീന വലാ യഖ്തുൽന ഔലാദഹുന്ന വലാ യഅ്തീനക ബിബുക്താനി യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിന്ന വലാ യഅ്സീനക ഫീ മഅറൂഫ്. ശിർക്ക് പാടില്ല, കളവ് പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, മക്കളെ കൊല്ലാൻ പാടില്ല. വിചാരത്തിലുണ്ടായ ജാരസന്തതിക്ക് ഭർത്താവിൽ പിതൃത്വം ആരോപിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള നബിയോടുള്ള ധിക്കാരവും പാടില്ല, അനുസരണക്കേട് പാടില്ല. അങ്ങനെ ആരെങ്കിലും പ്രതിജ്ഞ ചെയ്താൽ ഫബായിഉഹുന്ന, അവരുടെ പ്രതിജ്ഞ അങ്ങ് സ്വീകരിച്ചേക്ക്. അത് കേട്ട അവർ സ്വീകരിച്ച അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്താൽ മതി. അതിന്റെ അർത്ഥം അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്താൽ മതി. അങ്ങ് അവർ മനുഷ്യരാണെന്ന രൂപത്തിൽ അവർക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. വസ്തഗ്ഫിർലഹുന്ന, അത് അവർക്ക് പുറത്തു കിട്ടാൻ വേണ്ടി താങ്കൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സംഭവിച്ചാൽ അവരിലൊക്കെ ഏറ്റുപറയാൻ തയ്യാറാവുകയും അങ്ങ് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഒരു മാപ്പാക്കും. അള്ളാഹു ഗഫൂറാണ്, അവരോട് അള്ളാഹു കരുണ കാണിക്കും. അമ്മ റഹ്മാനാണ്, റഹീമാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ ഒന്ന് ഉറപ്പിച്ചുകൂടെ നമുക്ക് ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തൊന്നും ഉണ്ടാവില്ല, പഠിച്ചവനെ വന്നോടത്തോളം മാപ്പാക്കണമെന്നൊന്ന് പറഞ്ഞുകൂടെ നമുക്ക്. എന്നിട്ട് നമ്മൾ ആയത്തിന്റെ സൂറത്തിന്റെ ആദ്യത്തിലേക്ക് പോവാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൂ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, വിശ്വാസികളെ, ലാ തതവല്ലൂ ഖൗമൻ, നിങ്ങളൊരു ജനവിഭാഗത്തോട് അവരെ കൈകാര്യകർത്താക്കന്മാരാക്കരുത്. ഒന്നാമത്തെ ആയത്ത് തന്നെ അല്ലേ? ആരാണവർ? ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹുവിന്റെ കോപമുള്ള ആളുകളാണവർ. അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ ആളുകളോട് നിങ്ങൾക്ക് ആത്മസൗഹൃദം വേണ്ട. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൂ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ഖദ് യഇസൂ മിനൽ ആഖിറ, അവർക്ക് പരലോകത്ത് രക്ഷപ്പെടുമെന്ന് ഒരാഗ്രഹം, ഒരു വിശ്വാസവുമില്ല. അവർ പരലോക രക്ഷയെക്കുറിച്ച് നിരാശരാണ്. അവരും നിങ്ങളുമായിട്ട് ആത്മസൗഹൃദം ഉണ്ടായാൽ തെറ്റിദ്ധരിക്കൂലല്ലോ. കൂട്ടുകെട്ടുന്നോ സ്നേഹമെന്നോ സൗഹൃദമെന്നോ നല്ലല്ലോ പറഞ്ഞ് അല്ലേ? അവരെ നിങ്ങളുടെ ഔലിയാപ്പാപ്പന്മാര് നിങ്ങളാക്കിയാൽ നിങ്ങൾ പിഴച്ചു പോകും. ഖദ് യഇസൂ മിനൽ ആഖിറതി കമാ യഇസുൽ കുഫാർ കമാ യഇസൂ
കമാ യഇസുൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. മരണപ്പെട്ടു പോയ അവിശ്വാസികൾക്ക് ഖബറിൽ വെച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ പരലോകം നഷ്ടത്തിലാണെന്ന്. അവരുടെ സങ്കടം പോലുള്ള സങ്കടം ഇവർക്കും നിരാശയുണ്ട്. അങ്ങനെ പരലോകത്തെക്കുറിച്ച് നിരാശരായി നടക്കുന്ന ദൈവകോപത്തിന് ഇരയായവരോട് നിങ്ങൾക്ക് വിലായത്ത് വേണ്ട. നിങ്ങൾക്ക് അവരെ കൂട്ടാം, ചങ്ങാതിമാരാക്കാം, അയൽപ്പക്ക ബാധ്യതകൾ നിർവഹിക്കാം. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അവർക്ക് നമ്മളിൽ സ്വാധീനമുണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ മൂന്നായത്തുകൾ അല്ലെങ്കിൽ 4 ആയത്തുകൾ ഒന്ന് കൃത്യമായി എൻ്റെ ശബ്ദാണ്ട് ഒഴിവാക്കിയിട്ട് ഇതാ മാനിമേലയുടെ പരിഭാഷ ഒന്ന് എടുക്കുക, വീട്ടിലുള്ള ഖുർആൻ പരിഭാഷ ഒന്ന് എടുക്കുക. ഏത് വിഭാഗത്തിൻ്റെതായാലും വേണ്ടില്ല, പരിഭാഷ മാത്രം തഫ്സീർ അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ എഴുതപ്പെട്ട ഏത് തഫ്സീറുകളിലും ഈ ആയത്തിന്റെ പദം അർത്ഥം ഇത് തന്നെയാണ്. വിശദീകരണത്തിലാണല്ലോ ഞങ്ങൾക്കൊക്കെ മൊയ്ലിയന്മാർക്ക് ഞങ്ങളുടെ നാവിനനുസരിച്ച് നിങ്ങളെ പടക്കാൻ പറ്റുക. പക്ഷെ ആയത്തിന്റെ നേർക്കുന്നതിനുള്ള അർത്ഥത്തിൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ കേരളത്തിലെ ഏത് തഫ്സീർ എടുത്ത് വായിച്ചോളി, നിസ്കാരത്തിൽ പറഞ്ഞത് തന്നെ അതിൻ്റെ അർത്ഥം. എന്നിട്ട് അവനവനെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കുക, നമ്മൾ ഇസ്ലാമിനുള്ളിലോ പുറത്തോ എന്ന്. ഉള്ളിലാണെങ്കിൽ അത് നിലനിർത്തി കിട്ടുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പുറത്താണെങ്കിൽ അതിവേഗതയിൽ ഒരു മടക്കത്തിനുള്ള സമയവും സന്ദർഭവും സന്മനസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ വീഴ്ചകൾക്കെല്ലാം മാപ്പ് നൽകുന്ന രൂപത്തിൽ, പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്ന രൂപത്തിൽ സൽക്കർമ്മ നിരതരായി ഒരുപാട് കാലം തൗഹീദിലും ഈമാനിലും മുഴുകി, ഇബാദത്തുകളിൽ മുഴുകി ജീവിച്ച അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മരിക്കുന്ന ദിവസം വരെ അള്ളാഹു നമുക്ക് അവന്റെ അനുഗ്രഹങ്ങളും കൃപാകടാശങ്ങളും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.